സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയുടെ മേളയിലെ അസാന്നിധ്യവും ചർച്ചയാവുകയാണ്. അക്കാദമി മുൻ ചെയർമാൻ കമലടക്കം ഇത് ചോദ്യം ചെയ്ത് രംഗത്തെത്തി. ഇത്രയും തിരക്കുള്ളയാൾ ചെയർമാൻ ആകണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെന്ന് കമൽ പറഞ്ഞു. നിലവിൽ ലണ്ടനിലാണ് റസൂൽ പൂക്കുട്ടി. സിനിമകളുടെ മേൽ കേന്ദ്രത്തിന്റെ കടുംവെട്ട്, സിനിമാ പ്രദർശനത്തിനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന ആരോപണം, അക്കാദമിയെ പ്രതിരോധത്തിലാക്കുന്ന വിവാദങ്ങൾ കനക്കുമ്പോഴും മറുപടി പറയാൻ ചെയർമാൻ റസൂൽ പൂക്കുട്ടി സ്ഥലത്തില്ല. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ റസൂൽ പൂക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കമൽ അടക്കം വിമർശനവുമായി രംഗത്തെത്തി. പിന്നെ ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഇത്രയും തിരക്കുള്ള ഒരാൾ ചെയർമാനായിട്ട് വരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യേണ്ട കാര്യം. ചെയർമാൻ ഇല്ലാതെ മേള നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു. ചെയർമാൻ ഉണ്ടായിരുന്നെങ്കിൽ മേള കുറച്ചുകൂടി ഗംഭീരമായേനെ എന്നാണ് പ്രതിനിധികളുടെ പ്രതികരണം. ചെയർമാന്റെ അസാന്നിധ്യം ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ, നടപടിക്രമങ്ങളെല്ലാം മുൻകരുതലുകളായിട്ട് എടുത്തിട്ടുണ്ട്. സാംസ്കാരിക സംഘർഷങ്ങളുടെയും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള പ്രശ്നങ്ങളുടെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കൂടിച്ചേരലും ഇവിടെ ഉണ്ടാകുന്ന ചില ഇഷ്യൂസുകളും. ചെയർമാൻ ഉണ്ടാവുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ള മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ മേളയുടെ തീയതി തീരുമാനിച്ചപ്പോൾ തന്നെ അസൗകര്യമുള്ളതായി ചെയർമാൻ പറഞ്ഞിരുന്നുവെന്നാണ് അക്കാദമിയുടെ വിശദീകരണം. അസാന്നിധ്യം മേളയെ ബാധിക്കില്ലെന്നും ഫോണിൽ വിളിച്ചെല്ലാം അന്വേഷിക്കുന്നുണ്ടെന്നും അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പേ ഏറ്റെടുത്തൊരു വർക്കാ. ആ വർക്ക് ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. സിനിമാക്കാര് അവരവരുടെ ജോലികൾ ചെയ്യുമ്പോഴാണ് സിനിമ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈസ് ആ പ്രൗഡ് ചെയർമാൻ. ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത് പോലും അയാൾ 24 മണിക്കൂറും അവിടെ ഇരുന്നുകൊണ്ട് ഈ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. ചെയർമാൻ ഇല്ലാത്ത മേള നാഥനില്ലാത്ത കളരി പോലെയാണെന്ന് പ്രതിനിധികളുടെ ആക്ഷേപം. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം റസൂൽ പൂക്കുട്ടി സമാപന ദിവസമാകും മേളയിലെത്തുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.